ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അഭിശ്രീ വ്ലോഗ്. എല്ലാവർക്കും സുഖമാണോ? ഞങ്ങൾ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്നേ നമ്മുടെ ദീപാവലി സെലിബ്രേഷൻ്റെ ഒരു ചെറിയ വീഡിയോയുമായിട്ടാണ് വന്നത്. ദീപാവലിയൊക്കെ കഴിഞ്ഞ് ഒരുപാട് ദിവസമായി, എന്നാലും ഞാൻ ഇന്നാണതൊന്ന് കറക്റ്റായിട്ടൊന്ന് വീഡിയോ ഒന്ന് ക്ലിയർ ആക്കിയത്. അതുകൊണ്ടാണ് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എപ്പോഴും പറയും പോലെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ വീഡിയോ ആദ്യം മുതൽ അവസാനം കണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. ഇനി ഞാൻ കുറച്ച് ദിവസം കൂടെ ഉത്തരാഖണ്ഡിൽ കാണുള്ളൂ. അപ്പോൾ അതുവരേക്കുള്ള ചെറിയ ചെറിയ ഫങ്ഷൻസും എല്ലാം ഞാൻ വീഡിയോ ആക്കി ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇത് ഞങ്ങളുടെ വീട്ടിലെ എൻ്റെ മോളിട്ട രംഗോലിയാണ്. രംഗോലി ഇട്ടിട്ട് ഞങ്ങൾ കുറച്ച് മെഴുകുതിരിയാണ് വാങ്ങിച്ച് വെച്ച് കുറച്ച് വീടൊക്കെ ഒന്ന് അലങ്കരിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ മറ്റേ ഇടിഞ്ഞിലൊക്കെ ഉണ്ട്, പക്ഷേ ഞങ്ങൾ വാങ്ങിച്ചില്ല. കുറച്ച് ഇടിഞ്ഞിലുണ്ടായിരുന്നു, അതുകൊണ്ട് വാങ്ങിച്ചില്ല. ബാക്കിയുള്ളതെല്ലാം ഞങ്ങൾ മെഴുകുതിരി വെച്ചാണ് വീട് ഫുൾ അലങ്കരിച്ചത്. എൻ്റെ മോൾ വരച്ച രംഗോലിയാണിത്. അവൾക്കിങ്ങനെ രംഗോലി വരയ്ക്കാനും മെഹന്തി ഇടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവളുടെ ഇഷ്ടത്തിന് അവൾ വരച്ചതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഫാമിലി ഫോട്ടോസ് എടുത്തു. പിന്നെ വീട്ടിൻ്റെ അടുത്ത് എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഇനിയൊരു റൂമുണ്ട്, അവിടെ ഒരു ഫാമിലി ഉണ്ട്. ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, കറുവാച്ചൗത്തിൻ്റെ ഒരു വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉത്തർപ്രദേശിലുള്ള ഒരു ഫാമിലിയെ പറ്റി. അപ്പോൾ അവരുടെ വീടാണ്. അപ്പോൾ അവരും രംഗോലിയൊക്കെ ഇട്ട് അവരുടെ പ്രധാനപ്പെട്ട ആഘോഷമാണിത്. മെയിനായിട്ട് നമ്മുടെ നോർത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ് ദീപാവലി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള എല്ലാ വീടുകളും സീരിയൽ ബൾബ് കൊണ്ട് അലങ്കരിച്ചിട്ട് ഭയങ്കരമായിട്ട് അലങ്കാരങ്ങൾ 3 ദിവസം വരെ ഒരു വീട് ഫുൾ അലങ്കരിച്ചിട്ടിരുന്നു. പിന്നെ മെയിനായിട്ട് ഇവിടുത്തെ ദീപാവലി ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് സ്വീറ്റ്സ് എല്ലാ വീട്ടിലും കൊടുക്കണം, അതാണ് അവരുടെ ഫംഗ്ഷൻ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ ഞാൻ അതിൻ്റെ സ്വീറ്റ്സിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല. ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്ത ചെറിയ രീതിയിലുള്ള സെലിബ്രേഷൻ്റെ ആ വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഞങ്ങൾ മുകളിലാണ് സെലിബ്രേറ്റ് ചെയ്തത്. കണ്ടില്ല, എല്ലാ വീടുകളിലും ലൈറ്റ് കത്തുന്നത് വന്നിട്ട് നമ്മൾ സീരിയൽ ബൾബിട്ട് വീട് ഫുള്ളും അലങ്കരിച്ച് ഇട്ടേക്കുന്നതാണ്. അതെല്ലാം വീടുകളാണ്. നല്ല ഭംഗിയായിരുന്നു കാണാൻ. അപ്പം ഞങ്ങളുടെ ദീപാവലി സെലിബ്രേഷൻ നിങ്ങൾക്കും കാണാം. കണ്ടില്ലേ, കല്യാണ വീട് പോലെ എല്ലാ വീടുകളും സീരിയൽ ബൾബ് വെച്ച് അലങ്കരിച്ചിട്ട്. ഇത് ഞങ്ങൾ താമസിക്കുന്ന ഞങ്ങളുടെ വീടാണ്. അപ്പോൾ താഴെയാണ് ഞങ്ങൾ താമസിക്കുന്നത്, മുകളിൽ നമ്മുടെ ഓണർ ആണ് താമസിക്കുന്നത്. അപ്പോൾ ഇത് 2 അനിയൻ ജ്യേഷ്ഠന്മാരുടെ വീടാണ്. അപ്പോൾ ഒരു സൈഡിൽ അനിയനും ഒരു സൈഡിൽ ജ്യേഷ്ഠനുമാണ് താമസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വീടൊക്കെ ഇങ്ങനെയാണ്. പിന്നെ എന്താ കണ്ടില്ല, എല്ലാ വീടുകളും സീരിയൽ ബൾബ് കൊണ്ട് അലങ്കരിച്ചിട്ട് ഭയങ്കരമായിട്ട് ഒരു ദീപാവലി ആഘോഷിക്കുകയാണ്. അപ്പോൾ കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമുണ്ട്. ഞങ്ങളിവിടെ വന്നിട്ട് ഇത് 2ാമത്തെ ദീപാവലിയാണ്.
പിള്ളേരൊക്കെ സന്തോഷം കൊണ്ട് ഭയങ്കര ഉത്സാഹത്തിലാണ് ദീപാവലി ആഘോഷിക്കാൻ. അപ്പോൾ എല്ലാവരും കമ്പിത്തിരിയൊക്കെ വെച്ചു, പൂത്തിരി കത്തിച്ചു, പടക്കങ്ങളൊക്കെ പൊട്ടിച്ചു. അങ്ങനെ ഞങ്ങളും ദീപാവലി ആഘോഷിച്ചു. പിന്നെ എൻ്റെ സൗണ്ടിൽ കുറച്ച് വ്യത്യാസം വരും, കാര്യം ഇവിടെ തണുപ്പായത് കൊണ്ട് തന്നെ ഭയങ്കര മഞ്ഞാണ്. എനിക്ക് ഒരാഴ്ചയായിട്ട് എനിക്ക് ഭയങ്കര ത്രോട്ട് പ്രോബ്ലം ഉണ്ട്. അങ്ങനെ അതുകൊണ്ടാണ് സൗണ്ട് ഒരുമാതിരി ഇരിക്കുന്നത്, അത്ര ക്ലിയർ ഇല്ല, എനിക്കറിയാം. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോയിൽ, കൂടുതലൊന്നുമില്ല, ചെറിയൊരു വീഡിയോ ആണ്. എല്ലാവരും ഈ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ വീണ്ടും ഒരുപാട് വീഡിയോകൾ ഇടാൻ നിങ്ങളുടെ കമൻറ്റിലൂടെ മാത്രമേ എനിക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ആലോചിച്ച് ചിന്തിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളതൊക്കെ കമൻറ്റ് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ. വേറെ ഒരു പുതിയ വീഡിയോയുമായിട്ട് അടുത്തുടൻ തന്നെ വരുന്നതായിരിക്കും. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് എന്നെ സഹായിച്ച് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.